എൻ്റെ പേര് അഡ്വക്കേറ്റ് ഡോക്ടർ PM ബിനു തോട്ടത്തിൽ. ഞാൻ ദിനമനനം എന്ന വിഷയത്തിൽ എന്ന ടൈറ്റിലിൽ ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. ഇത് വൈജ്ഞാനിക ഗ്രന്ഥമാണ്. ജൂൺ 13 മനസ്സ് ഉറപ്പായാൽ വഴികൾ തുറക്കും. ജീവിതത്തിൽ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രധാന വ്യത്യാസം പലപ്പോഴും സാഹചര്യങ്ങളല്ല, മറിച്ച് മനോഭാവമാണ്. ഇത് എത്ര ഇത് കളക്ഷനാണല്ലേ? ഇത് അതായത് ഡെയിലി തോട്ട്സ് ആണ്. എല്ലാ ദിവസത്തെയും ഓരോ ദിവസത്തേക്കും ഓരോ ചിന്താ വിഷയം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുമല്ല, ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇപ്പോൾ കുടുംബദിനം ഇങ്ങനെ തുടങ്ങി ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അതിനോടൊപ്പം തന്നെ മോട്ടിവേഷണലായിട്ട് ഓരോ മെസ്സേജ് കൂടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ വായനാശീലം കുറഞ്ഞു വരുന്നത് കൊണ്ടും എല്ലാവരും ഡിപ്രസ്ഡായി പോകുന്നത് കൊണ്ടും അതിനനുസരിച്ച് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഇതിനെ കുറിച്ചിട്ട് ഒരു കാര്യം എടുക്കാം, ഓഫ് ചെയ്തരാം. ബുക്ക് സൂപ്പർ ഫ്രണ്ട് എടുത്ത് അതിനേക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിച്ച് ആങ്കറിങ്ങിലേക്കായി അഡ്വക്കേറ്റ് അശ്വതി സോമനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കും. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും മാർഗനിർദ്ദേശവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീ വിഷ്ണു പ്രകാശ്. ദിനമനനം എന്ന പുസ്തകം റിലീസ് ചെയ്യാനാണ്. പേഴ്സണാലിറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മക ചിന്തകൾ അല്ലേ സാറ്. നമ്മൾ എത്ര സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ സാറിൻ്റെ ഒരു 1-2 വാക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഐഡിയ തോന്നും. നമുക്കിങ്ങനെ ഒരു വർഷത്തിൽ 365 ദിവസവും നമ്മൾ എന്ത് ആലോചിക്കണം അല്ലേ. തുടങ്ങിയ നല്ലൊരു അധ്യാപകനാണ്, സാഹിത്യ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം. നിലവിൽ സാറിനെ അദ്ദേഹത്തോട് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ പുസ്തകം എടുക്കുക ഡിയറാണം. ഞാൻ കുറച്ചു കാലം ഈ പുസ്തകത്തെക്കുറിച്ച് ദീർഘമായി പറയേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ ഉള്ളടക്കം പേര് കൊണ്ട് തന്നെ വ്യക്തമാണ്. ദിനമനനം എന്നാണ്. ചിന്തകളും ആ ദിവസത്തിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ച ഒരു വരി, ആരെങ്കിലും പറഞ്ഞ ഒരു വരി, അല്ലെങ്കിൽ ആ ദിനവുമായി ബന്ധപ്പെട്ട ഒരു വരി വളരെ സാങ്കേതികത ഇല്ലാതെ വളരെ ശുദ്ധമായ ഭാഷയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വായിച്ചാൽ മനസ്സിലാവും. ഏറ്റവും ദീർഘമായി ഇതല്ല, വളരെ കുറഞ്ഞ വാക്കുകളിൽ അതിൻ്റെ ചിന്തയും അതിൻ്റെ മറ്റ് കാര്യങ്ങളുമൊക്കെ ഇതിൽ 2 മന്ദ ജയന്തിയെക്കുറിച്ച് പറയുന്നു. പിന്നെ സാവിത്രി ഭായ് ഫുലെ ജയന്തിയെക്കുറിച്ച് 3ാമത് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പക്ഷേ എനിക്ക് പോലും അറിയാത്ത, ഞാനിത് മുഴുവൻ വായിച്ചത് ഇത്
വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും പഠനം പ്രകാശനം ചെയ്യുന്നത് ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പറയാമെങ്കിലും ഞാൻ ആ റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് ബാക്കിയും പറയാം. ലോ അക്കാഡമിയിലായിരുന്നുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ കോളേജിൽ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഏകലവ്യൻ മോഡിലാണ് കൂടുതൽ പഠിച്ചത്. കാരണം പരീക്ഷയ്ക്ക് തലേദിവസം സാറിൻ്റെ ബുക്ക് വെച്ചൊക്കെ പഠിച്ച സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, അതായത് പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരണമെന്ന് പറഞ്ഞപ്പോൾ അഭിമാനത്തോട് തന്നെയാണ്. സാറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കൂടുതലൊന്നും പറയുന്നില്ല. സാറ് ഒരു സർവതല സ്പർശിയാണ്. സാറ് എല്ലാ കാര്യങ്ങളിലും പൊതുകാര്യങ്ങളിലും വിദ്യാഭ്യാസമാകട്ടെ, ഇത്തരത്തിലുള്ള പഠിപ്പിക്കുന്ന കാര്യങ്ങളാവട്ടെ, എഴുതുന്ന കാര്യങ്ങളാവട്ടെ, എല്ലാത്തിനും വളരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഏറ്റവും വലിയ ഒരു അസൂയ കാരണം തന്നെ സംസാരിക്കുന്നത്. കാരണം ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അത് തിരക്കുകൾക്കിടയിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പുസ്തകം അദ്ദേഹം പൂർത്തിയാക്കിയത് ആദ്യമേ തന്നെ ആ ഒരു കഠിനാധ്വാനത്തിന് അദ്ദേഹത്തിന് പ്രത്യേക ഒരു അഭിനന്ദനം തന്നെ അദ്ദേഹത്തിന് നമുക്ക് ഈ ശാസ്ത്രീയതയിലെ നമ്മളെക്കാൾ അറിയാവുന്നത് മലബാറിലുള്ള ആൾക്കാരാണ്. സാറിന് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാനുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ്. അപ്പോൾ വിദ്യാർത്ഥി പ്രോഗ്രാം ഈ ബുക്ക് എനിക്ക് വായിച്ചു നോക്കാനായിട്ട് സമയം കിട്ടിയില്ല. പക്ഷേ ഈ ബുക്ക് ഡയറക്റ്റ് അത് വളരെ യൂസ്ഫുള്ളായിരുന്നു. അതിൻ്റെ പിന്നെ സാധാരണ ബുക്കുകൾ വീഡിയോ വരുമ്പം ഇത്രയും ഭംഗിയുണ്ട്. ഇത് നല്ല അതിൻ്റെ കളർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഒരു ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഇന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഞാൻ ഇൻഫാക്ട് വർക്കിൽ മാത്രമല്ല ഇതിൻ്റെ പരീക്ഷയിൽ മാത്രമല്ല. അതുകൊണ്ട് ഇത് അലൈൻമെന്റും കാര്യങ്ങളൊക്കെ കൃഷ്ണയുണ്ട് ഇവിടെ. പിന്നെ ബാക്കി എല്ലാവരും സാറിന്റെ വിദ്യാർത്ഥികളാണ്. എന്നെ സംബന്ധിച്ച് ഈ ഒരു സാറ് പ്രഭാകരന്റെ ജനറൽ മാനേജറാണ്. സാറിവിടെയുണ്ട്. ഈ പ്രസ് ക്ലബിൽ തന്നെയാണ് ഞാനും ബിൻ സാറും ജേർണലിസം പഠിച്ചത്. അവിടെ പഠിപ്പിച്ച ഈ ദിനമന എന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവായിട്ടുള്ള ഡോക്ടർ ബിൻ സാർ കാര്യവട്ടം ലോ ഡിപ്പാർട്ട്മെന്റിൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ പോകുന്ന സമയത്താണ് 2014 ഞാനും ബിൻ സാറും തമ്മിലുള്ള പരിചയം. അന്ന് തുടങ്ങിയ പുസ്തകത്തിലേക്ക് കടക്കണം. അങ്ങനെ ഈ ദിനമന ഫെബ്രുവരി 29 GPA ഉൾപ്പെടെ 366 ദിവസത്തെ പ്രത്യേകത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ടീച്ചർ, ആ ടീച്ചർ ഞാനൊക്കെ കോവിഡ്, പക്ഷെ ഇവരെല്ലാത്തിനേക്കാൾ ഉപരി ഇന്ന് ഈ ലോകം നിങ്ങളെയൊക്കെ ഓർക്കണം. ചേട്ടാ ക്യാമറ കാണാൻ സ്ഥിരമായിട്ട് 2019 കോവിഡിന് മുമ്പ് എനിക്ക് ഞാൻ ഓടിക്കേറി വന്ന ഒരാളാണ്. ഞാൻ ഓഫീസിൽ നിന്ന് ഇത്തിരി ബിസിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഓടിക്കേറിയാണ് വന്നത്. അപ്പോൾ പ്രകാശനം കഴിയാറായി. എന്നാലും ഈ പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പുസ്തകം കിട്ടിയാൽ ഇപ്പോഴാണ്. എന്നാലും ഇതിൻ്റെ അവതാരിക എഴുതിയ ആ ഒരു ഹൃദയബന്ധം കൊണ്ട് ഇതിലെന്തായിരിക്കും സാറ് പറഞ്ഞത് എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. അത് വെച്ച് ഞാൻ ആശംസ പറയാം. ഇത് കാലത്തിൻ്റെ കാൽപ്പാടുകളിലേക്കുള്ള ഒരു തിരിഞ്ഞ നോട്ടമാണ്. നമ്മൾ വിചാരിക്കും ഓരോ ദിവസവും ഇങ്ങനെ ഗുരുതുല്യനാണ്, ഗുരുവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത പുസ്തകത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് ഇതിനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് സംവേദനം ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന വാക്കുകളിൽ ഞാൻ ഉപസംഹരിക്കാം. കാരണം ആരുടെയും സമയം എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. ഈ പുസ്തകം എന്നെ നയിക്കും. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയാതെ ജീവിച്ചു പോകുന്നു.
കൃത്യമായി ചിന്തിക്കാനുള്ള ശേഷിയില്ല എന്ന് വേണം ഈ ജനറേഷനെ പറയാൻ. കാരണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇന്നലകളിലെ പരാജയം എന്റെ ജീവിതത്തിന്റെ തോൽവിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആലോചിക്കുക, അതെന്റെ ഭാവിയിലെ വളമാണ്. എനിക്ക് മുന്നോട്ട് കുതിക്കാനുള്ള വളമായിട്ട് അതിനെ കരുതുക. വലിയ കൂരിരുട്ടിൽ ചെറിയൊരു പ്രകാശം കണ്ടാൽ ആ പ്രകാശത്തിന്റെ മാഹാത്മ്യത കൂടും. അതല്ലെങ്കിൽ സൂര്യ തേജസ്സിന് മുന്നിൽ ഹാലജൻ ലൈറ്റ് കത്തിച്ച് പിടിച്ചാലും ഒരു രക്ഷയുമില്ല, അതിനൊരു വാല്യൂ ഇല്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യനായി സാധാരണ എല്ലാവരിലും എത്ര താഴങ്ങളിലും എത്ര ഉയരങ്ങളിലും കയറി ചെല്ലാൻ മനസ്സ് കാണിക്കുന്ന ഒരു മനുഷ്യനായാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോ മിസ്റ്റർ ബൽറാം സാർ പറഞ്ഞു, മനനം ചെയ്യുന്നവൻ. അങ്ങനെ ചിന്തിച്ച് ജീവിക്കണം. കാരണം നമ്മുടെ ജീവൻ കൊണ്ട് അത് അതിമനോഹരമാക്കണം. വീഴാത്തവരായിട്ട് ആരുമില്ല, പക്ഷേ വീഴുന്നതൊരു തെറ്റല്ല. ആ വീഴ്ചയിൽ നിന്ന് പഠിക്കണം പുതിയ പാഠങ്ങൾ. അപ്പോഴേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. തളർന്നു പോവുകയും വീണു പോവുകയും സ്വാഭാവികം. പക്ഷേ ആ തളർച്ചയിലും വീഴ്ചയിലും പുതിയൊരു ടേണിംഗ് പോയിന്റ് നമുക്ക് സെൽഫ് മോട്ടിവേഷൻ പോലെ ഡെവലപ്പ് ചെയ്യുകയും അതിലൂടെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ലോകത്ത് ഓരോ മനുഷ്യരും യുണീക്കാണ്, വ്യത്യസ്തരാണ്. ചിന്തിക്കാൻ പറ്റുന്നത് മാക്സിമം ചിന്തിക്കുക, പഠിക്കാൻ പറ്റുന്നത് മാക്സിമം പഠിക്കുക. കാരണം 10 വർഷങ്ങൾക്ക് മുന്നേ പഠിപ്പിച്ച ആള് എന്നെ അടുത്ത കാലത്ത് കണ്ടാലും സാർ വീണ്ടും ചെറുപ്പമായി പോയി. കാരണം മനസ്സിന്റെ ചെറുപ്പം നമ്മുടെ ശരീരത്തില് ഉണ്ടാകും, ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മനസ്സും ശരീരവും രണ്ടായി കാണുന്നവർക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കില്ല. അത് രണ്ടും കോറിലേറ്റഡ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ഒരുമിച്ച് കൈകോർത്ത് നടക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഒത്തിരി കാര്യം നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിച്ചാൽ എന്നെ ഫ്രീ ജീവിതത്തിലെ ഓരോ ടേണിംഗ് പോയിന്റ് കുമാരി കൃഷ്ണയെ പ്രസംഗിക്കാനായിട്ട് വിളിക്കാൻ പ്ലാൻ ഇട്ടിരുന്നതല്ല, പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നല്ലൊരു തുടക്കമാണ്. നല്ലൊരു വിശിഷ്ട ജീവിതവും സത്കൂടാതെ ഇന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം കൃതജ്ഞത അറിയിക്കുക എന്നാണ്. അതിൽ ആദ്യമായി അധ്യക്ഷ സാക്ഷി പ്രൊഫസർ എൻ ചന്ദ്രബാബു സാറിനെ, ജനറൽ മാനേജർ സുപ്രീം ഫാമിലിയുടെ പേരും അഡ്വക്കേറ്റ് നമ്മുടെ ആ ഒരു സർക്കിൾ